ഹായ് ഹലോ, ഞാനും അപ്പച്ചനും കൂടി ചേച്ചിയുടെ അവിടേക്ക് പോവാണ്. അമ്മച്ചി ഓൾറെഡി ചേച്ചിയുടെ വീട്ടിലുണ്ട്. അപ്പോൾ നമ്മൾ നേരെ പോയത് എൽസ പഠിക്കുന്ന സ്കൂളിലേക്കാണ് എൽസനെ പിക്ക് ചെയ്യാനായിട്ട്. അങ്ങനെ കുറേ നേരം തപ്പി നടത്തുന്ന എൽസനെ നമുക്ക് കിട്ടി. അങ്ങനെ എൽസനെ നമ്മൾ നേരെ എടുത്ത് കാറിൽ പോവാണ് നമ്മൾ. അപ്പോൾ എൽസയോട് നമ്മൾ ചോദിക്കണം എന്തൊക്കെയാണെന്ന് ക്ലാസ്സിലെ വിശേഷങ്ങൾ. അങ്ങനെ അവളുടെ ക്ലാസ്സിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് എത്തി എൽസും ഫ്രഷ് ആയിട്ട് എൽസ് ഇങ്ങനെ പഠിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് അലങ്കാർ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലേക്കാണ്. നമ്മളിവിടെ വന്നിരിക്കുന്നത് ചേച്ചിയുടെ ബർത്ത്ഡേ ആഘോഷിക്കാനാണ്. ചേച്ചിക്ക് അറിയാമെന്ന് തന്നെ വിചാരിച്ചത്, പക്ഷെ അവൾക്ക് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് അവൾ തന്നെ നല്ല സർപ്രൈസ് ചെയ്യവളതേ. നമുക്ക് എൽസുമാണ് ഡോർ തുറന്ന് തരണത്. എന്ത് നോക്കി അവളുടെ ശക്തി കണ്ടോ, ഇത്ര വലിയ ഡോറുകൾ ഒറ്റയ്ക്ക് തുറന്ന് പിടിച്ചേക്കണുണ്ടോ, സൂപ്പർ. അങ്ങനെ നമ്മളവിടെ ചെന്നിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ചെറിയ കാര്യങ്ങളൊക്കെ നോക്കി, ഫുഡിൻ്റെ മെനു ഒക്കെ നോക്കി, അങ്ങനെ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. അങ്ങനെ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളിപ്പോൾ ജസ്റ്റ് പുറത്ത് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ എൽസയും കൂടി പുറത്തേക്ക് ഇറങ്ങി. അതെന്തിനാണെന്നറിയോ? നമ്മളങ്ങോട്ട് പോണേ? എന്തിനാ പോണേ? ബേക്കറിക്ക്. അപ്പോൾ എൽസ പറഞ്ഞതുപോലെ നമ്മുടെ ചേച്ചിയുടെ ബർത്ത്ഡേക്ക് ഒരു കേക്ക് മേടിക്കാണ്ട് വന്നേക്കണം. അങ്ങനെ കേക്ക് ഓർഡർ ചെയ്തു. അപ്പോൾ ആസ് യൂഷ്വൽ എൽസയ്ക്ക് അവിടെയൊക്കെ ചെന്നപ്പോൾ തന്നെ ഒരു കേക്ക് ഇഷ്ടമായത്. അവൾ വാങ്ങിച്ച് കഴിച്ചു. പിന്നെ അവൾ ബർത്ത്ഡേ കേക്ക് അവളുടെ പേര് ചെയ്തു, ചേച്ചിയുടെ പേര് ചെയ്ത്. അങ്ങനെ ഞങ്ങൾ നേരെ റെസ്റ്റോറൻറ്റിലേക്ക് പോവാണ്. അപ്പോൾ ഞാനത് ചേച്ചിക്ക് അറിയാം, ചേച്ചിക്ക് മനസ്സിലാണെന്ന് ചോദിച്ചു. ചേച്ചിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവൾ ഭയങ്കര സർപ്രൈസ്, അവൾ ഒട്ടും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ശരിക്കും. അപ്പോൾ നമ്മൾ ഹാപ്പി ആയി. കണ്ട അവളുടെ കണ്ണൊക്കെ ഉണ്ടായി, ദൈവമേ അടിപൊളി. അങ്ങനെ നമ്മൾ അവരപ്പോഴേക്ക് പാട്ടൊക്കെ അവർ വെച്ചെന്നുണ്ടായിരുന്നു. അങ്ങനെ ആ പാട്ടിൻ്റെ ആ ഒരിനകത്ത് വൈബിൽ നമ്മൾ ചേച്ചിയുടെ ബർത്ത്ഡേ കേക്കൊക്കെ മുറിച്ചു. എല്ലാവരും ചേച്ചിക്ക് കേക്ക് കൊടുത്തു. എൽസയും അപ്പച്ചനും അമ്മച്ചി ഞാൻ എല്ലാവരും. പിന്നെ നമ്മൾ കേക്ക് അവരുടെ റെസ്റ്റോറൻറ്റ് നമുക്ക് അറേഞ്ച് ചെയ്ത് തന്നിരുന്നില്ല. അപ്പോൾ നമ്മൾ അവരോട് പറഞ്ഞു അതൊക്കെ അറേഞ്ച് ചെയ്യുന്നത് നല്ലതാണെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുകയാണ്. പിന്നെ ഫുഡൊക്കെ നന്നായിരുന്നു. അപ്പോൾ ഓക്കെ.